ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ രാജ്ഭവനിലേക്ക് കയറരുത് എന്ന ഉത്തരവടക്കമാണ് CV ആനന്ദബോസ് പുറപ്പെടുവിച്ചിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണം, അതിന്റെ തുടർ നടപടികളുടെയൊക്കെ നിയമപരമായ സാധുത എത്രത്തോളമാണ്? വേണു, പരാതിയെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പരാതിന്മേൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ്. രാജ്ഭവനിലെ ചില ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ എന്തായാലും വൈകാതെ തന്നെ പോലീസ് വിളിപ്പിക്കും. 8 അംഗ സംഘത്തെയാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും പരാതിയിൽ പറയുന്നത് ഏപ്രിൽ 19-നും ഈ പരാതിക്കാരിയായ സ്ത്രീയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം 24-നും സമാനമായി തന്നെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇത്തരമൊരു ലൈംഗിക ആക്രമണം നേരിട്ടത്. പിന്നീട് കഴിഞ്ഞ മാസം, ഈ മാസം 2-ാം തീയതി സമാനമായ അനുഭവം ഉണ്ടായി. അതിനുശേഷമാണ് സ്ത്രീ പരാതി നൽകാൻ തീരുമാനിച്ചത്. എന്തായാലും ഇതിന്മേൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉയർത്തി കാട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പോലീസിന്റെ അടുത്ത് നീക്കുമെന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു അന്വേഷണം നടത്തി അതിനുശേഷം ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറും. അതിനുശേഷം സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ട് രാഷ്ട്രപതി കൈമാറാനാണ് സാധ്യത. കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 371 പ്രകാരം ഇതിൽ സ്വാഭാവികമായിട്ടും ഗവർണർ ഉൾപ്പെടെയുള്ള ഗവർണർക്ക് ഇത്തരത്തിൽ ക്രിമിനൽ നടപടി നേടുന്നതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസ് നീക്കം നടക്കുന്നത്. അതിന് ശേഷം മാത്രമേ ഒരു തുടർ നടപടി എന്താണ് സംബന്ധിച്ചൊരു വ്യക്തമാവുകയുള്ളൂ. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ CV ആനന്ദബോസിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രൂക്ഷമായ ഭാഷയിൽ വിമർശനമായി മുന്നോട്ട് പോവുകയാണ്. CV ആനന്ദബോസിനെ എന്തുകൊണ്ട് BJP ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല? മാത്രമല്ല, സന്ദേശ് കാലി ഉയർത്തിയ BJPയും പ്രധാനമന്ത്രിയും ഇതിൽ യാതൊരു തരത്തിലൊരു മറുപടിയും നൽകുന്നില്ല. ഈ പരാതി നൽകിയ മണിക്കൂറുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ താമസിച്ചിരുന്നു. അപ്പോഴും CV ആനന്ദബോസിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു മറുപടി നൽകാനോ BJP തയ്യാറായിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോവുകയാണ്. സന്ദേശ് കാലിയെ സംബന്ധിച്ചാണെങ്കിൽ ഇതിൽ സർക്കാർ അതിൽ തുടർ നടപടി സ്വീകരിച്ചു. പക്ഷേ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തുടർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ശക്തമായ ഭാഷയിൽ ഒരു രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന CV ആനന്ദബോസ് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം താൻ ബംഗാളിൽ തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.